അപ്പൊ അങ്ങനെ സീരിയസ് ആയിട്ട് പറഞ്ഞ ഒരു രോഗിയെ കൊണ്ട് വെളിയിൽ നിർത്തിയിട്ട് ഈ പനിയും ചുമയും പറഞ്ഞ ഒരു ചികിത്സ അത് ന്യായമുള്ള കേസാണോ? ഇന്നലെ രാത്രി നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിൽ ഒരു രാജേഷ് കുമാർ എന്നൊരു രോഗി മരിച്ച സംഭവത്തെ കുറിച്ച് ചേട്ടൻ എന്താണ് പറയാനുള്ളത്? വളരെ വിഷമത്തോടെ പറയാൻ പറ്റൂ. കാരണം കഠിനമായ നെഞ്ചുവേദന, മനുഷ്യസഹജമായ അസുഖത്തിൻ്റെ ബാധ്യതയേറി നടന്നു വന്ന ചെറുപ്പക്കാരൻ, കൊണ്ടുവന്ന ആൾക്ക് അറിയില്ല ഹൃദ്രോഗത്തിന് സാധ്യതയുള്ള, അറ്റാക്ക് വരാൻ സാധ്യതയുള്ള ഒരു മനുഷ്യനെ നടത്താൻ പാടില്ല, റെസ്റ്റ് കൊടുക്കണമെന്നറിയില്ല, നടത്തിക്കൊണ്ടുവന്നു. അവിടെ ഹോസ്പിറ്റലിലെത്തിയപ്പോൾ അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, സെക്യൂരിറ്റി സ്റ്റാഫ് അടക്കമുള്ളവർ ക്യൂവിൽ പോയി നിൽക്കൂ എന്നാണ് പറഞ്ഞത്. ഇവർക്ക് സീരിയസ് ആയി ജീവൻ മരണ പോരാട്ടവുമായി വരുന്ന ഒരു രോഗിയുടെ അവസ്ഥ എന്താണെന്ന് ഇവർക്ക് നോക്കാൻ കഴിയില്ല. ഒരു അറ്റാക്കിന് സാധ്യതയുണ്ടായക്ക് എമർജൻസി ട്രീറ്റ്മെൻറ്റ് വേണം എന്ന് പോലും മനസ്സിലാക്കാനാവാതെ പനിയോ മറ്റോ വയറുവേദനയായി നിൽക്കുന്നവരുടെ കൂടെ പോയി വരിയിൽ നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ മരണത്തിലേക്ക് തള്ളിവിടുകയാണ് ഉണ്ടായത്. ഇത്തരത്തിൽ കഴിവില്ലാത്ത ആൾക്കാരാണ് അവിടെ ഡോക്ടറായിട്ടും സെക്യൂരിറ്റി ആയിട്ടും ഒക്കെ നിലകൊള്ളുന്നത്. ഒരാൾ മരിക്കാൻ പോകാൻ സാധ്യതയുള്ള ആൾക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട്, ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട്, എന്തിനേറെ അയാൾക്കൊരു ഫസ്റ്റ് എയ്ഡ് തന്നെ കൊടുത്തിരുന്നെങ്കിൽ അയാൾ രക്ഷപ്പെടുമായിരുന്നു. അയാൾക്ക് സോർബിട്രേറ്റോ അല്ലെങ്കിൽ ഒരു ഡിസ്പിരിനോ കലയ്ക്കോ എന്തെങ്കിലും കൊടുത്തുകൊണ്ട് അടിയന്തരമായ ചികിത്സ അയാൾ അനക്കാൻ പറ്റാത്ത രീതിയിൽ അവിടെ ചെയ്യുന്നതിന് പകരം പോയി ടിക്കറ്റ് എടുത്തു പോവാ, വരിയിൽ നിൽക്ക്, അടുത്ത് പോയി ECG എടുത്തിട്ട് പോവാ എന്നതിന് ശേഷമാണ് അവിടെ ഒരു ഡോക്ടർ ചികിത്സ തുടങ്ങുന്നതെങ്കിൽ കാർഡിയാക് അറസ്റ്റുമായ അനുബന്ധമായ ചികിത്സാ മെത്തേഡ് ഒന്നും അറിയാത്ത ഒരു ഡോക്ടറും സ്റ്റാഫും അല്ലേ നിലകൊള്ളുന്നത്. ഇവർക്കെതിരെ നടപടി ഉണ്ടാവണം. ഇത്തരം കഴിവില്ലാത്ത ഡോക്ടറെയും മറ്റ് സെക്യൂരിറ്റി സ്റ്റാഫിനെ അല്ല അവിടെ നിയമിക്കേണ്ടത്. ഒരു രോഗി തൻ്റെ വേദനയുമായി പ്രാണൻ പടയുന്ന വേദനയായിട്ട് വരുമ്പോൾ അവനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത സെക്യൂരിറ്റിയെ അവിടെ സെക്യൂരിറ്റി സ്റ്റാഫായിട്ടല്ല വെക്കേണ്ട, അയാളെ വല്ല കാളച്ചന്തയിലും തരംതിരിച്ച് വിടുന്ന പണിയിലേക്ക് പറഞ്ഞു വിടണം. എന്നിട്ട് കഴിവിറ്റ ചെറുപ്പക്കാർ, പഠിപ്പും അറിവും വിവേകവുമുള്ള ചെറുപ്പക്കാരുണ്ട്, അവരെ പിടിച്ച് സെക്യൂരിറ്റി സ്റ്റാഫായിട്ടൊക്കെ വെക്കണം. ഇത്തരണത്തിൽ നമ്മുടെ നാട്ടിൽ പരിഷ്കൃത സമൂഹം നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്രയേറെ പരിഷ്കാരമില്ലാത്ത അപരിഷ്കൃതരായ ആൾക്കാരാണ് ഈ നെയ്യാറ്റിൻകര ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിലകൊള്ളുന്നതെങ്കിൽ അത് ഡോക്ടറാവട്ടെ ആരാവട്ടെ, ഇത്തരക്കാർക്കെതിരെ ഒരു മാറ്റം ഉണ്ടാവണം. ഇത്തരക്കാരെ ചവിട്ടി പുറത്താക്കണം. കർശനമായ നിയമ നടപടി കൈക്കൊള്ളണം. ഇനിയൊരു മരണം ഒരാൾക്കും സംഭവിക്കാൻ പാടില്ല. ഇത്തരം കെടുകാര്യസ്ഥത കൊണ്ട് ഇവരെയൊക്കെ നിലയ്ക്ക് നിർത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റ് പല ഹോസ്പിറ്റലുകളും അലർട്ടാവും. ഇത്തരുണത്തിലുള്ള കെയർലെസ് ആയിട്ടുള്ള ജീവൻ പൊലിയുന്നത് നിർത്തലാക്കാൻ പറ്റും. ഇതൊരു ശക്തമായ താക്കീതായിട്ട് മുമ്പോട്ട് വരണം. നമ്മൾ പലരും പൊതുജനം പ്രതികരിക്കാതെ പോകുന്നത് കൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ മുന്നേറുന്നത്, ഇങ്ങനെ കൂടിക്കൊണ്ടുവരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പല ആവർത്തി ഒരുപക്ഷെ നമ്മുടെ വേണ്ടപ്പെട്ടവനായിരിക്കാം, സെക്യൂരിറ്റി ജീവനക്കാരൻ നമ്മുടെ സുഹൃത്തായിരിക്കാം, ബന്ധുവായിരിക്കാം, നാട്ടുകാരനായിരിക്കാം, അതല്ല നോക്കേണ്ടത്. അബദ്ധം പറ്റാം, പക്ഷേ ബോധപൂർവമായ പെരുമാറ്റത്തിലൂടെ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ കർശനമായ നിലപാട് കൈക്കൊള്ളണം. ഇന്നലെ ഇവിടെ നടന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ അയാളെ മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു. അറിവില്ലാത്ത, ബുദ്ധിശൂന്യരായ, വിദ്യാഭ്യാസമില്ലാത്ത അത്തരത്തിലുള്ള ആൾക്കാർ പെരുമാറുന്നത് പോലെയാണ് ഡോക്ടർ അടക്കമുള്ള ആൾക്കാർ പെരുമാറിയത്. അറ്റാക്കിന് സൂചനയായിട്ട് വരുന്ന ആൾക്ക് കൊടുക്കേണ്ട പ്രാഥമിക ചികിത്സ കൊടുത്തു. അവിടെ പകരം ക്യൂ നിന്ന് വാ, ടിക്കറ്റ് എടുത്തു വാ, ECG എടുത്തു വാ. ECG ആണ് ആദ്യം എടുക്കേണ്ടത്. അയാളുടെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം. അവിടെ കാർഡിയാക് അറസ്റ്റിന് സാധ്യതയുള്ള പേഷ്യനുള്ള ട്രീറ്റ്മെൻറ്റ്, പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. അതിനുശേഷമാണ് മറ്റനുബന്ധ ECGക്ക് പോകേണ്ടത്. സൂപ്രണ്ട് വിളിച്ച് പറയുന്നതായിട്ട് ആദ്യം ഞങ്ങൾ ECGക്ക് പറഞ്ഞു വിട്ടു. അതാണ് നടപടി. മെഡിക്കൽ ബോർഡ് അന്വേഷണം നടത്തണം. ഇത്തരക്കാർക്കെതിരെ നടപടിയെടുക്കണം. താക്കീതാവണം മറ്റുള്ളവർക്കത്. എന്നാൽ മാത്രമേ ഈ സമൂഹത്തിൽ ശരിയായ നീതി ഉറപ്പാക്കാനാവൂ, ശരിയായ ചികിത്സ ഉറപ്പാക്കാനാവൂ, ഇത്തരം അനാവശ്യ ജീവൻ പൊലിയുന്നത് ഒഴിവാക്കാനാൻ പറ്റൂ. അതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണുമല്ലോ.